Once again, welcome back to my YouTube channel. ഇന്ന് നമ്മൾ കുറച്ച് ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെന്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യത്തെ സെന്റൻസ് ഇതാണ്: എനിക്ക് നിന്നെ വേദനിപ്പിക്കണമെന്നില്ല. അതെങ്ങനെ പറയും? I don't want to hurt you. ഹേർട്ട് എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുക എന്നാണ്. സോ ഐ ഡോണ്ട് വോണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല എന്നുള്ള അർത്ഥമാണ്. സോ ഐ ഡോണ്ട് വോണ്ട് ടു ഹേർട്ട് യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ വേദനിപ്പിക്കണമെന്നില്ല എന്നാണ് മീനിങ്. ഐ ഡോണ്ട് വോണ്ട് ടു ഹേർട്ട് യു. ഇനി ആർക്കും അത് കാണണമെന്നില്ല. അതെങ്ങനെ പറയും? ആർക്കും എന്ന് പറയാൻ നോ വൺ എന്ന് പറയാം. നോ വൺ വോണ്ട്സ് ടു സീ ദാറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും അത് കാണണമെന്നില്ല എന്നാണ്. No one wants to see that. No one സിംഗുലർ ആണ്, അതുകൊണ്ടാണ് വോണ്ട്സ് വോണ്ടിൻ്റെ കൂടെ എസ് കൂടെ ചേർത്ത് പറഞ്ഞത്. No one wants to see that. ആർക്കും അത് കാണണമെന്നില്ല. ഇനി ഞാൻ അവളോട് സംസാരിക്കില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? I will not speak to her. I will not speak to her. സ്പീക്ക് ടു ഹെർ എന്ന് പറഞ്ഞാൽ അവളോട് സംസാരിക്കുക എന്നാണ്. സോ ഞാൻ അവളോട് സംസാരിക്കില്ല എന്ന് പറയാനാണ് ഐ വിൽ നോട്ട് സ്പീക്ക് ടു ഹെർ. വിൽ നോട്ടിനെ ഷോർട്ട് ആക്കി നമുക്ക് വോണ്ട് എന്ന് പറയാം. സോ ഐ വോണ്ട് സ്പീക്ക് ടു ഹെർ എന്ന് പറഞ്ഞാൽ ഞാൻ അവളോട് സംസാരിക്കില്ല എന്നാണ് മീനിങ്. ഇനി അതെനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? കണ്ടെത്തുക എന്ന് പറയുന്നത് ഫൈൻഡ് എന്നാണ്. കഴിഞ്ഞില്ല എന്ന് പറയാൻ കഴിയുമെന്ന് പറയാൻ നമുക്കറിയാം ക്യാൻ ആണ്. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് കുഡ് യൂസ് ചെയ്യുക. കഴിഞ്ഞില്ല എന്ന് പറയേണ്ടത് കൊണ്ട് കുഡിൻറ്റ് വരും. സോ ഐ കുഡിൻറ്റ് ഫൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് മീനിങ്. ഐ കുഡിൻറ്റ് ഫൈൻഡ് ഇറ്റ്. ഇനി ഞാൻ ഒന്നും വാങ്ങിച്ചില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? വാങ്ങിക്കുക എന്ന് പറയുന്നത് ബൈ ആണ്. ഒന്നും എന്ന് പറയാൻ എനിത്തിങ് എന്ന് പറയാം. സോ ഐ ഡിഡൻറ്റ് ബൈ എനിത്തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും വാങ്ങിച്ചില്ല എന്നാണ് മീനിങ്. ഐ ഡിഡൻറ്റ് ബൈ എനിത്തിങ്. ഇനി എനിക്ക് ഇമെയിൽ കിട്ടിയില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ലഭിക്കുക എന്ന് പറയാം, റിസീവ് എന്ന് പറയാം. സോ ഐ ഡിഡൻറ്റ് റിസീവ് ദ ഇമെയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇമെയിൽ ലഭിച്ചില്ല എന്നാണ് അർത്ഥം. ഐ ഡിഡൻറ്റ് റിസീവ് ദ ഇമെയിൽ. ഐ ഡിഡൻറ്റ് റിസീവ് ദ ഇമെയിൽ. എനിക്ക് ഇമെയിൽ ലഭിച്ചില്ല അല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ കിട്ടിയില്ല എന്നുള്ള അർത്ഥമാണ് ഐ ഡിഡൻറ്റ് റിസീവ് ദ ഇമെയിൽ. ഇനി അത് ശരിയല്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരി എന്നാണ്. സോ അത് ശരിയല്ല എന്ന് പറയാനാണ് ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. ഈ ഈസ് നോട്ട് ഷോർട്ടാക്കി ഇസൻറ്റ് എന്ന് പറയാം. സോ ഇറ്റ് ഇസൻറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്നാണ് മീനിങ്. ഇറ്റ് ഇസൻറ്റ് റൈറ്റ്. ഇനി എനിക്കൊരു കാർ ഇല്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? എനിക്കൊരു കാർ ഉണ്ട് എന്ന് പറയുന്നത് ഐ ഹാവ് എ കാർ എന്നാണ്. സോ എനിക്ക് കാർ ഇല്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ് എ കാർ എന്ന് പറയാം. ഐ ഡോണ്ട് ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് കാർ ഇല്ല എന്നാണ് അർത്ഥം. ഐ ഡോണ്ട് ഹാവ് എ കാർ. ഇനി അവൾ ബ്രെഡ് കഴിക്കില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഷീ ഡസൻറ്റ് ഈറ്റ് ബ്രെഡ്. ഷീ ഡസൻറ്റ് ഈറ്റ് ബ്രെഡ്. ഷീ സിംഗുലർ ആയതുകൊണ്ടാണ് ഡസ് നോട്ട് വന്നത്. ഷീ ഡസൻറ്റ് ഈറ്റ് ബ്രെഡ്. ഇനി വീണ്ടും എന്നെ വിളിക്കരുത് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഡോണ്ട് കോൾ മീ അഗെയിൻ. ഡോണ്ട് കോൾ മീ അഗെയിൻ. കോൾ മീ എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കുക എന്നാണ്. അഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും. സോ വീണ്ടും എന്നെ വിളിക്കരുത് എന്നെങ്ങനെ പറയും? ഡോണ്ട് കോൾ മീ അഗെയിൻ. ഇനി ഞാനത് അനുവദിക്കത്തില്ല എന്ന് പറയണം. അനുവദിക്കുക എന്നെങ്ങനെയാണ് പറയുന്നത്? അലോ. സോ ഐ വോണ്ട് അലൗ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് അനുവദിക്കത്തില്ല എന്നാണ്. സോ ഐ വിൽ നോട്ട് അലൗ ഇറ്റ് അല്ലെങ്കിൽ ഐ വിൽ നോട്ടിനെ ഷോർട്ടാക്കി വോണ്ട് എന്ന് പറയാം. ഐ വോണ്ട് അലൗ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് അനുവദിക്കത്തില്ല എന്നാണ് അർത്ഥം. വഴികളൊന്നുമില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? There isn't any other way. There isn't any other way എന്ന് പറഞ്ഞാൽ any other way എന്ന് പറഞ്ഞാൽ വേറെ ഒരു വഴിയും എന്നുള്ള അർത്ഥമാണ്. സോ വേറെ ഒരു വഴിയും ഇല്ല എന്ന് പറയാനാണ് there isn't any other way. ഞാൻ ജോലിക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചു. അതെങ്ങനെ പറയും? I decided not to go to work. I decided not to go to work. Not to go to work എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകാതിരിക്കുക എന്നുള്ള അർത്ഥമാണ്. I decided not to go to work എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചു എന്നുള്ള അർത്ഥമാണ്. I decided not to go to work. ഇനി നിനക്ക് പ്രായമായിട്ടില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? You are not old enough. You are not old enough. ഓൾഡ് ഇനഫ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രായമാവുക എന്നുള്ള അർത്ഥമാണ്. സോ യു ആർ നോട്ട് ഓൾഡ് ഇനഫ് എന്ന് പറഞ്ഞാൽ നിനക്ക് പ്രായമായിട്ടില്ല എന്നാണ് മീനിങ്. ഇനി എനിക്ക് സുഹൃത്തുക്കളില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും?
എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ട് എന്നെങ്ങനെ പറയും? ഐ ഹാവ് മെനി ഫ്രണ്ട്സ്. ഇവിടെ ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. സോ ഐ ഹാവ് മെനി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ട് എന്നാണ് മീനിങ്. ഇനി എനിക്ക് സുഹൃത്തുക്കൾ ആരും ഇല്ല എന്ന് പറയണമെങ്കിൽ അവിടെ ഹാവിന് പകരം ഡോണ്ട് ഹാവ് ആക്കുക. ഐ ഡു നോട്ട് ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കില്ല എന്നുള്ള അർത്ഥം വരും. സോ ഐ ഡോണ്ട് ഹാവ് എനി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് സുഹൃത്തുക്കൾ ആരും ഇല്ല എന്നാണ് മീനിങ്. ഇനി ഇത് തന്നെ നമുക്ക് ഐ ഹാവൻറ്റ് ഗോട്ട് എനി ഫ്രണ്ട്സ് എന്ന് പറയാം. ഐ ഹാവൻറ്റ് ഗോട്ട് എനി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് സുഹൃത്തുക്കൾ ആരും ഇല്ല എന്ന് തന്നെയാണ് മീനിങ്. ഐ ഹാവൻറ്റ് ഗോട്ട് എനി ഫ്രണ്ട്സ്. ഇനി എനിക്ക് ചുമ നിർത്താൻ കഴിയുന്നില്ല എന്ന് പറയണം. ചുമയ്ക്കുക എന്നെങ്ങനെയാണ് പറയുന്നത്? കോഫിങ്. അപ്പോൾ ഐ കുഡിൻറ്റ് സ്റ്റോപ്പ് കോഫിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചുമ നിർത്താൻ കഴിഞ്ഞില്ല എന്നാണ്. കുഡിൻറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ള അർത്ഥമാണ്. സോ ഐ കുഡിൻറ്റ് സ്റ്റോപ്പ് കോഫിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചുമ നിർത്താൻ കഴിഞ്ഞില്ല എന്നാണ് അർത്ഥം. ഇനി എനിക്ക് നീ പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് പറയണം. അപ്പോൾ നമുക്കറിയാം കഴിയുക എന്ന് പറയുന്നത് ക്യാൻ ആണ്. അപ്പോൾ കഴിയില്ല എന്ന് പറയണമെങ്കിൽ cannot വരിക. സോ ഐ കാൺ ഹിയർ വാട്ട് യു ആർ സേയിങ് എന്ന് പറഞ്ഞാൽ നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ് അർത്ഥം. ഐ കാൺട്ട് ഹിയർ എന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ്. വാട്ട് യു ആർ സേയിങ് എന്ന് പറഞ്ഞാൽ നീ പറയുന്നത് എന്നാണ് അർത്ഥം. സോ ഐ കാൺട്ട് ഹിയർ വാട്ട് യു ആർ സേയിങ് എന്ന് പറഞ്ഞാൽ നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ് അർത്ഥം. ഐ കാൺട്ട് ഹിയർ വാട്ട് യു ആർ സേയിങ്. ഇനി അവൾ ഇവിടെ ഇല്ല എന്ന് പറയണം. സോ നമുക്കറിയാം അവൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഷീ ഈസ് ഹിയർ. ഷീ ഈസ് ഹിയർ എന്ന് പറഞ്ഞാൽ അവൾ ഇവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നാണ് അർത്ഥം. അപ്പോൾ ഇല്ല എന്ന് പറയണമെങ്കിൽ ഈസിൻ്റെ കൂടെ നോട്ട് കൂടെ ചേർക്കുക. ഷീ ഈസ് നോട്ട് ഹിയർ എന്ന് പറഞ്ഞാൽ അവൾ ഇവിടെ ഇല്ല എന്നാണ് അർത്ഥം. ഈ ഈസ് നോട്ടിനെ ഷോർട്ടാക്കി ഇസിൻ്റ് എന്ന് പറയാം. സോ ഷീ ഇസിൻറ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ അവൾ ഇവിടെ ഇല്ല എന്നാണ് മീനിങ്. ഇനി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ ഷുഡ് യൂസ് ചെയ്യാം. അപ്പോൾ ചെയ്യരുത് എന്ന് പറയണമെങ്കിലോ ഷുഡിൻ്റ് യൂസ് ചെയ്യുക. സോ യു ഷുഡിൻറ്റ് ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യരുത് എന്നാണ് അർത്ഥം. ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുക എന്നാണ്. സോ യു ഷുഡിൻറ്റ് ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യരുത് എന്നാണ് അർത്ഥം. നീ നിർബന്ധമായിട്ടും അത് ചെയ്യരുത് എന്നാണ് മീനിങ്. യു ഷുഡിൻറ്റ് ഡു ദാറ്റ്. ഇനി എനിക്ക് നിന്നോട് പറയാൻ കഴിയില്ല. ഇതെങ്ങനെ പറയും? നമുക്കറിയാം കഴിയുക എന്ന് പറയുന്നത് ക്യാനാണ്. കഴിയില്ല എന്ന് പറയാൻ കാണ്ട് വരും. സോ ഐ കാൺട്ട് ടെൽ യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോട് പറയാൻ കഴിയില്ല എന്നാണ്. ടെൽ യു എന്ന് പറഞ്ഞാൽ നിന്നോട് പറയുക എന്നാണ്. സോ ഐ കാൺട്ട് ടെൽ യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോട് പറയാൻ കഴിയില്ല എന്നാണ് മീനിങ്. ഐ കാൺട്ട് ടെൽ യു. ഇനി അവർ അവന് വേണ്ടി കാത്തു നിന്നില്ല. സോ നമുക്കിതറിയാം പാസ്റ്റിലെ ഒരു സെൻറ്റൻസ് ആണ്. കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഡിഡ് എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത്. സോ കാത്തു നിന്നില്ല എന്നാണ് പറയേണ്ടത്. അതിനെ നെഗറ്റീവ് ആക്കണം. അപ്പം ഡിഡിൻ്റെ കൂടെ ഒരു നോട്ട് കൂടെ ആക്കുക. ഡിഡിൻറ്റ്. സോ ദേ ഡിഡിൻറ്റ് വെയിറ്റ് ഫോർ ഹിം എന്ന് പറഞ്ഞാൽ അവർ അവന് വേണ്ടി കാത്തു നിന്നില്ല എന്നാണ് അർത്ഥം. ദേ ഡിഡിൻറ്റ് വെയിറ്റ് ഫോർ ഹിം. ഇനി ഞാൻ ഇന്ന് ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്നില്ല എന്ന് പറയാം. സോ നമുക്കറിയാം ഉച്ചഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു നീണ്ട പ്രവൃത്തിയാണ് അല്ലേ? അപ്പോൾ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയേണ്ടത്. ഇവിടെ ഐ ആണ് സബ്ജക്റ്റ്, അതുകൊണ്ട് ആം വരും. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് ആം നോട്ട് എന്ന് വരും. സോ ഐ ആം നോട്ട് മേക്കിംഗ് ലഞ്ച് ടുഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ലഞ്ച് തയ്യാറാക്കുന്നില്ല എന്നാണ് അർത്ഥം. ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന്. ഐ ആം നോട്ട് മേക്കിംഗ് ലഞ്ച് ടുഡേ. മേക്ക് ലഞ്ച് എന്ന് പറഞ്ഞാൽ ഭക്ഷണം തയ്യാറാക്കുക എന്നുള്ള അർത്ഥമാണ്. ഈ മേക്ക് ലഞ്ചിന് പകരം പ്രിപ്പയറിംഗ് ലഞ്ച് എന്നും പറയാം. സോ ഐ എം നോട്ട് പ്രിപ്പയറിംഗ് ലഞ്ച് ടുഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നില്ല എന്നാണ് അർത്ഥം. ഐ എം നോട്ട് പ്രിപ്പയറിംഗ് ലഞ്ച് ടുഡേ. ഇനി അടുത്തത് അവൻ ഇതുവരെ എനിക്കൊരു ഉത്തരം തന്നിട്ടില്ല എന്ന് പറയണം. നമുക്കറിയാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ അവിടെ ഹാസ് പ്ലസ് V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. സോ ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥം വരണമെങ്കിൽ അവിടെ ഹാസ് നോട്ട് അല്ലെങ്കിൽ ഹാവ് നോട്ട് വരണം. ഇവിടെ അവൻ എന്നുള്ളതാണ്. അവൻ സിംഗുലർ ആയതുകൊണ്ട് ഹാസ് നോട്ട് വരും. സോ ഹി ഹാസിൻറ്റ് എന്ന് വരും. ഇനി ഉത്തരം തരിക എന്നെങ്ങനെയാണ് പറയുന്നത്? ഗീവ് ആൻ ആൻസർ. നമുക്കറിയാം ഹാസ് യൂസ് ചെയ്യുമ്പോൾ V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഗീവിൻ്റെ V3 ഫോം ഗിവൺ ആണ്. സോ ഹി ഹാസിൻറ്റ് ഗിവൺ മീ ആൻ ആൻസർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഉത്തരം തന്നിട്ടില്ല എന്നാണ്.
ഇതുവരെ എന്ന് പറയാൻ യെറ്റ്. ഹി ഹാസൻറ്റ് ഗിവൺ മീ ആൻ ആൻസർ യെറ്റ്. ഇനി നീ അവിടെ ഉണ്ടായിരുന്നു പോലും ഇല്ല എന്ന് പറയാം. അതെങ്ങനെ പറയും? നീ അവിടെ ഉണ്ടായിരുന്നു, അതെങ്ങനെ പറയും? യു വേർ ദർ. വേർ എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നുള്ള അർത്ഥം. സോ നീ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് യു വേർ ദർ. അപ്പോൾ നീ അവിടെ ഇല്ലായിരുന്നു എന്ന് പറയണമെങ്കിലോ യു വേർ നോട്ട് ദർ. യു വേർ നോട്ട് ദർ. വേറിൻ്റെ കൂടെ നോട്ട് ഇടുക. ഇനി നീ അവിടെ ഉണ്ടായിരുന്നു പോലും എന്നാണ് പറയേണ്ടത്. അപ്പോൾ പോലും എന്ന് പറയുമ്പോൾ ഈവൻ ആണ് പറയുന്നത്. യു വെറന്റ് ഈവൻ ദർ എന്ന് പറഞ്ഞാൽ നീ അവിടെ ഉണ്ടായിരുന്നു പോലും ഇല്ല എന്നുള്ള അർത്ഥമാണ്. യു വെറന്റ് ഈവൻ ദർ. ഇനി അവൾ സത്യം പറയുകയല്ല എന്ന് പറയണം. അവൾ സത്യം പറയുകയാണ് എന്നെങ്ങനെയാണ് പറയുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഷീ ആയതുകൊണ്ട് ഈസ് വരും. ഷീ ഈസ് ടെല്ലിംഗ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അവൾ സത്യം പറയുകയാണ് എന്നാണ് അർത്ഥം. ടെൽ ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യം പറയുക. അപ്പോൾ അവൾ സത്യം പറയുകയല്ല എന്നെങ്ങനെ പറയും? ഈസിൻ്റെ കൂടെ നോട്ടോടെ ചേർക്കുക. ഷീ ഈസ് നോട്ട് ടെല്ലിംഗ് ദ ട്രൂത്ത്. ഷീ ഈസ് നോട്ട് ടെല്ലിംഗ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അവൾ സത്യം പറയുകയല്ല എന്നാണ് അർത്ഥം. ഷീ ഈസ് നോട്ട് ടെല്ലിംഗ് ദ ട്രൂത്ത്. ഇനി അതെൻ്റെ തെറ്റല്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? അത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ അത് എന്ന് പറയാൻ ഇറ്റ് ഈസ് മൈ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ അതെൻ്റെ തെറ്റാണ് എന്നാണ്. അപ്പോൾ അല്ല എന്ന് പറയണമെങ്കിൽ ഈസിൻ്റെ കൂടെ നോട്ട് ചേർക്കുക. ഇറ്റ് ഇസിൻറ്റ് മൈ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ അതെൻ്റെ തെറ്റല്ല എന്നാണ് അർത്ഥം. മൈ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ തെറ്റ് അല്ലെങ്കിൽ എൻ്റെ കുറ്റം എന്നുള്ള അർത്ഥമാണ്. സോ ഇറ്റ് ഇസിൻറ്റ് മൈ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ അതെൻ്റെ കുറ്റമല്ല എന്നുള്ള അർത്ഥമാണ്. ഇറ്റ് ഇസിൻറ്റ് മൈ ഫോൾട്ട്. ഇനി നിന്റെ കഥകൾ മുട്ടിക്കൊണ്ടിരുന്നത് ഞാനല്ലായിരുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഞാനായിരുന്നു എന്നെങ്ങനെ പറയും? ഇറ്റ് വാസ് മീ. അപ്പം ഞാൻ അല്ലായിരുന്നു എന്ന് പറയാൻ വാസിൻ്റെ കൂടെ നോട്ട് ചേർക്കുക. ഇറ്റ് വാസൻറ്റ് മീ എന്ന് പറഞ്ഞാൽ അത് ഞാനല്ലായിരുന്നു എന്നാണ്. നിന്റെ കഥകൾ മുട്ടിക്കൊണ്ടിരുന്നത് എന്നെങ്ങനെ പറയും? നോക്കിംഗ് ഓൺ യുവർ ഡോർ. ഇറ്റ് വാസൻറ്റ് മീ നോക്കിംഗ് ഓൺ യുവർ ഡോർ എന്ന് പറഞ്ഞാൽ അത് ഞാനല്ലായിരുന്നു. നിന്റെ കഥകൾ മുട്ടിക്കൊണ്ടിരുന്നത് ഞാനല്ലായിരുന്നു എന്നാണ് മീനിങ്. ഇറ്റ് വാസൻറ്റ് മീ നോക്കിംഗ് ഓൺ യുവർ ഡോർ. ഇനി ഞാൻ തെറ്റിച്ച് എൻ്റെ സോക്സ് അകപ്പുറത്താക്കി ഇട്ടു എന്ന് പറയണം. അപ്പം അകപ്പുറത്താക്കി ഇടുക എന്ന് പറയുന്നത് ഇൻസൈഡ് ഔട്ട് എന്നാണ്. സോ സോക്സ് ഒക്കെ ഇടുക എന്ന് പറയാൻ നമുക്ക് പുട്ട് ഓൺ എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. അപ്പോൾ ഐ പുട്ട് മൈ സോക്സ് ഓൺ ഇൻസൈഡ് ഔട്ട് ബൈ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ പുട്ട് മൈ സോക്സ് ഓൺ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സോക്സ് ഇട്ടു എന്നുള്ള അർത്ഥമാണ്. ഇൻസൈഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ അകപ്പുറത്താക്കി ഇട്ടു എന്നുള്ള അർത്ഥമാണ്. ബൈ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അറിയാതെ എന്നാണ്. സോ ഐ പുട്ട് മൈ സോക്സ് ഓൺ ഇൻസൈഡ് ഔട്ട് ബൈ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അകം പുറത്താക്കി എൻ്റെ സോക്സ് അറിയാതെ ഇട്ടു എന്നുള്ള അർത്ഥമാണ്. ഐ പുട്ട് മൈ സോക്സ് ഓൺ ഇൻസൈഡ് ഔട്ട് ബൈ മിസ്റ്റേക്ക്. ഇനി ഞാൻ ഇന്നലെ രാത്രി മുതൽ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? കഴിച്ചിട്ടില്ല എന്ന് പറയേണ്ടത് കൊണ്ട് ഇവിടെ ഞാനാണ് സബ്ജക്റ്റ്, ഐ വരും, അതുകൊണ്ട് ഹാവൻറ്റ് വരും. സോ ഐ ഹാവൻറ്റ് ഈറ്റൺ എനിത്തിങ്. ഈറ്റൺ എനിത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ള അർത്ഥമാണ്. സിൻസ് ലാസ്റ്റ് നൈറ്റ്. ഇനി ഇന്ന സമയം മുതൽ എന്നൊക്കെ പറയുമ്പോൾ സിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഐ ഹാവൻറ്റ് ഈറ്റൺ എനിത്തിങ് സിൻസ് ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ഐ ഹാവൻറ്റ് ഈറ്റൺ എനിത്തിങ് സിൻസ് ലാസ്റ്റ് നൈറ്റ്. ഇനി നീ ക്ഷണിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇവിടെ പ്രവൃത്തി ചെയ്യുന്ന ആളെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ആരാണ് ക്ഷണിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല. സോ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പാസീവ് വോയിസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നീ ക്ഷണിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ യു ആർ നോട്ട് ഇൻവൈറ്റഡ് എന്ന് പറയാം. ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക എന്നാണ്. നോട്ട് ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള അർത്ഥമാണ്. സോ യു ആർ നോട്ട് ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ നീ ക്ഷണിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മീനിങ്. ഇനി അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നില്ലായിരിക്കും എന്ന് പറയണം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ട്രാവൽ എലോൺ എന്നാണ്. സോ ഇല്ലായിരിക്കും എന്ന് പറയണമെങ്കിൽ വിൽ ബി പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി വരും. സോ ഷീ വിൽ നോട്ട് ബി ട്രാവലിംഗ് എലോൺ എന്ന് പറഞ്ഞാൽ അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നില്ലായിരിക്കും എന്നാണ് അർത്ഥം. ഷീ വിൽ നോട്ട് ബി ട്രാവലിംഗ് എലോൺ. സോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് നമ്മൾ കണ്ടത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.